ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസൂസ് ടോക്കസ്ട്രേ. ഈ വ്ലോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്താന്ന് കുറച്ചധികം കണ്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ ബാലിയിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പാക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാണ്. ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ബാലിയിൽ. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബാലിനോട് ചാത്ത പോയപ്പോഴൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയതായിട്ടൊരു ഹോട്ടൽ ടൂർ പോലെ കാണിച്ചു തരാം അവിടുത്തെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ നിങ്ങളെ. ഇവിടെ നമ്മൾ കഴിക്കണം മൂന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അത്. ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോണത് ഈ നൂഡിൽസ് ആണ്. സംഭവം ഇഷ്ടപ്പെടുമോന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഞാനൊരു ടോസ്റ്റും കൂടെ എടുത്ത്. നമ്മുടെ ഹോട്ടലിലേക്കുള്ള വരവ് ഇച്ചിരി പാടായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് ബാലി റാണി ഹോട്ടലാണ്. പക്ഷെ നമ്മളെ ക്യാബ് ഡ്രൈവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തതോ റാണി ബാലി ഹോട്ടലിൽ. പിന്നെ അവിടെ നിന്ന് ഈ ഹോട്ടലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടായിരുന്നു. കണ്ടതേ ഇവിടുന്ന് തൊട്ടാണ് ഞാൻ ആ കഥ അറിയുന്നത്. സംഭവം വലിയ കാര്യത്തിന് നമ്മൾ പുതിയ മൈക്കൊക്കെ മേടിച്ചതായിരുന്നു. മൈക്കൊക്കെ പിടിച്ച് വലിയ കാര്യത്തിന് ഞാൻ സംസാരിക്കണുണ്ടെങ്കിലും എല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ കഥ മനസ്സിലാക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. അപ്പൊ എന്തായാലും കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്കത് തിരുത്താൻ പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു വോയിസ് ഓവർ ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതായിരുന്നു അവിടുത്തെ എൻട്രൻസ്. അവിടെയാണ് നമ്മുടെ റിസപ്ഷൻ എല്ലാം വരണേ. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് വരണേ. ഇവിടെ ഈ പോണ്ടിനകത്ത് കുറച്ച് ആമ്പൽപ്പൂവും ലോട്ടസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് നടുക്കായിട്ടാണ് കേട്ടോ വരണേ. ഇതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഓരോ സ്റ്റാച്യൂസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ നാലുകെട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സംഗതിയാണ് ഇതിന്റെ നടുക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചാണ്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഈ കാണുന്ന സാധനം, ഇവിടുത്തെ പൂള്. ഇവിടെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇവിടുത്തെ പൂളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നോക്കിയായിരുന്നു. സംഭവം കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ വന്ന് സ്വിം ചെയ്യാനുള്ള സ്വിമ്മിങ് സ്യൂട്ട് ഒക്കെ നമ്മൾ എടുത്തായിരുന്നു. കാര്യം സ്വിം ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിലും ചുമ്മാ അതിനകത്ത് കയറി കിടക്കാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് സിക്കായി പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇവിടുത്തെ ഈ ഹോട്ടലിനെ പറ്റി പറയുമ്പോൾ തന്നെ ഇവളുടെ കസ്റ്റമർ സർവീസും കൂടെ പറയണം കേട്ടോ. ഭയങ്കര അടിപൊളി കസ്റ്റമർ സർവീസ് ആണ്. ഇതുപോലെയൊക്കെ കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്താൽ ഏത് കസ്റ്റമർ ഇവിടെ റിട്ടേൺ വരാത്തത്? നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തന്നില്ലല്ലോ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലൊന്നല്ല ചൂസ് ചെയ്തത്, 4 സ്റ്റാർ ഹോട്ടലായിരുന്നു. കാരണം നമ്മൾ ഇവിടെ ആകെ ഒരു 2 ദിവസമൊക്കെയാണ് നിൽക്കത്തുള്ളൂ. പിന്നെ അതുപോലെ ഇത് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് നമുക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. ബട്ട് എന്നാലും ഇത് ആ പൈസയ്ക്ക് അത് വെർത്താണ്. നമ്മൾ കയറി വന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ടോയ്ലറ്റ്, ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ബാത്റൂം ഇവിടെ ഉണ്ട്. ഒരു കബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്ലൈഡ് ചെയ്യുമ്പോൾ ലൈറ്റ്സ് ഉണ്ടാവും. ഇവിടെ കുറച്ച് ടീ കോഫി അങ്ങനെ സംഭവങ്ങളും കുറച്ച് മിനി ബാർ ഐറ്റംസും ഇതിനകത്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടേക്ക് ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ എല്ലാ പെട്ടികളുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നടക്കണേ. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരുന്നു. ഇതാണ് ഈ റൂമിലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് പ്ലേസ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകണമെന്നാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ആ താഴത്ത് നിന്ന് കാണുന്ന പോർഷൻ നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നൈറ്റിലത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെലനീസ് പൂൾ. ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? നല്ലായിരുന്നല്ലേ? 2 ദിവസം ഉണ്ടെങ്കിൽ അത് വെറുത്തായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ബെലനീസ് ട്രിപ്പ് ഇവിടെ എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ബാലി എയർപോർട്ടിൽ ഓൺലൈൻ ചെക്ക് ഇൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസൂസ് ടോക്കസ്ട്രേ. ബൈ ബൈ.